നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള SIT പത്മകുമാറിൽ എങ്ങനെ അവസാനിപ്പിച്ചാൽ പണി തരും എന്നുള്ള രീതിയിൽ കോടതി ഇപ്പോൾ വിമർശിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്നില്ല, എന്തുകൊണ്ട് വേണ്ടപ്പെട്ട വമ്പൻ സ്രാവുകളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കോടതി വലിയൊരു രൂക്ഷ വിമർശനം കൂടി നടത്തിയിരിക്കുക. നമുക്കൊക്കെ അറിയാം, പത്മകുമാറിൽ തന്നെ നിൽക്കുന്ന കേസ് ഒരു ഇഞ്ച് അനങ്ങുന്നില്ല. കുറച്ച് നാളുകളായിട്ട് കോടതി ഇത് നോക്കി കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോടതി ഒരു വിമർശനം ഉയർത്തിയിരുന്നു. എവിടെയാണ് വിജയമല്യ കൊടുത്തതിൻ്റെ തെളിവുകൾ, എവിടെ, ഇതൊക്കെ എന്തുകൊണ്ട് കണ്ടെത്തുന്നില്ല എന്നുള്ളത്. SIT ഇടം വലം വിടാതെ കോടതി ഇങ്ങനെ പൂട്ടിടുകയാണ്. ഇതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഇന്നത്തെ ഹൈക്കോടതിയുടെ ഒരു ശക്തമായ നിരീക്ഷണം നമ്മൾ ഇതുവരെ കരുതിയതല്ല ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. അതിന്ന് കേരളത്തിന് ബോധ്യമായിരിക്കുന്നു. പലവട്ടം നമ്മൾ കേട്ടു SIT പുറത്തേക്ക് വിടുന്ന സൂചനകളിൽ, SITക്ക് പ്രതികൾ നൽകുന്ന മൊഴികളിൽ, SIT ഹൈക്കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടുകളിൽ ബോർഡ് ഏകപക്ഷീയമായി എടുത്ത തീരുമാനമല്ല, പകരം പത്മകുമാർ എന്ന ബോർഡ് പ്രസിഡന്റ് സ്വന്തം കൈപ്പടയിൽ എഴുതി തിരികെ കയറ്റിയ ഒരു വിഷയമായിരുന്നു കട്ടിളപ്പാളിയിലെ സ്വർണം പൊതിഞ്ഞിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ പറിച്ചെടുത്ത് കൊണ്ടുപോയ സംഭവം. മറുവശത്ത് ദ്വാരപാലക ശില്പങ്ങളിലെ ആ സ്വർണ്ണപ്പാളികൾ അടർത്തിയെടുത്ത സംഭവം. ഈ രണ്ട് വിഷയങ്ങളിലും SIT എന്തിന് ഇങ്ങനെയൊരു കള്ളക്കഥ മെനഞ്ഞു? SIT എന്തിന് പത്മകുമാറിലേക്ക് മാത്രം ഈ പ്രശ്നങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചു? വാസുവിലും പത്മകുമാറിലും ഒതുക്കി തീർക്കാനായിരുന്നു SIT ശ്രമിച്ചത് എന്ന് ഇന്ന് ഹൈക്കോടതി ചില വസ്തുതകൾ കേരളത്തോട് വിശദീകരിക്കുമ്പോൾ, കേരളത്തോടല്ല SITയെ അതിനിശ്ചിതമായി വിമർശിക്കുമ്പോൾ ഈ വസ്തുതകൾ നമുക്ക് മുന്നിലേക്ക് വരുന്നു. ഇന്ന് ഹൈക്കോടതിയുടെ ഏറ്റവും ശ്രദ്ധേയമായ നിരീക്ഷണം എന്താണ്? ഈ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ചത് ഒരു വ്യക്തി ഒറ്റയ്ക്കല്ല, ബോർഡ് കൂട്ടായിട്ടാണ്. ഒരു ബോർഡ് എടുത്ത കൂട്ടായ തീരുമാനമാണ്. അപ്പോൾ ഒരു ദേവസ്വം ബോർഡ് പോലെ ഒരു ബോർഡ് ഒരു കൂട്ടായ തീരുമാനമെടുക്കുമ്പോൾ അതിനെ ചെയർ ചെയ്യുന്ന പ്രസിഡൻറ്റിൽ മാത്രം ഒതുക്കേണ്ടതില്ല. അതിലപ്പുറം അതിൻ്റെ ദേവസ്വം ബോർഡ് കമ്മീഷണർ എന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കസേരയിലിരിക്കുന്ന ഒരാളിൽ മാത്രം ഒതുക്കേണ്ടതില്ല. മറിച്ച് ബോർഡിലേക്ക് വരണം. ബോർഡിലെ മെമ്പർമാരാരൊക്കെയാണ്? KP ശങ്കർദാസും വിജയകുമാറും. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള രാഷ്ട്രീയ നേതാക്കൾ കൂടിയാണിവർ. അപ്പോൾ എന്തുകൊണ്ട് അവരിലേക്ക് അന്വേഷണം കടന്നില്ല എന്നല്ല കോടതിയുടെ ചോദ്യം. എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തില്ല? അതാണ് അതിലെ ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം. അപ്പോൾ ഇനി SITക്ക് 24 മണിക്കൂറിനകം ഈ പ്രതിപട്ടികയിലേക്ക് ഇപ്പോൾ കോടതി ചൂണ്ടിക്കാട്ടുന്ന ഈ ബോർഡ് മെമ്പർമാരെ കൂടി അറസ്റ്റ് ചെയ്യേണ്ടി വരും. പ്രസിഡന്റ് എന്താ നിൽക്കുന്നത്? നേരത്തെ വാസുവും പത്മകുമാറും അറസ്റ്റിലായി, അവർ ഇപ്പോഴും റിമാൻഡിലാണ്, കോടതി ജാമ്യം അനുവദിച്ചില്ല. സമാന തലത്തിലേക്ക് ഈ മെമ്പർമാരും പതിക്കും. ഈ മെമ്പർമാർ അറസ്റ്റിലാകുന്നതോടെ കേരളം നടുങ്ങുന്ന വൻ വെളിപ്പെടുത്തലുകളുണ്ടാകും. അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ബോർഡ് കൂട്ടായി ഇത്തരമൊരു തീരുമാനമെടുത്തു എങ്കിൽ അതിന് പിന്നിൽ ഒരു സർക്കാരുണ്ട്. ആ സർക്കാരിനെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു മന്ത്രിയുണ്ട്. അവിടെയാണ് പത്മകുമാർ നേരത്തെ പറഞ്ഞത്, ഇത് സർക്കാർ തീരുമാനമാണ്, ഞങ്ങൾ കൂട്ടായി എടുത്ത തീരുമാനമാണ്. അപ്പോൾ ഇതൊരു ചെറിയ കളിയല്ല. അതിലേക്കാണ് ഇപ്പോൾ കോടതി കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. ഒരു വശത്ത് ഹൈക്കോടതി ശ്രദ്ധേയമായി ഇത്തരമൊരു നിരീക്ഷണം നടത്തുമ്പോൾ, മറുവശത്ത് അഡപടലം വെട്ടിലായി നിൽക്കുന്ന സംസ്ഥാന സർക്കാരും SITയോ നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിലെ ദൃശ്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇന്ന് രാവിലെ കൊല്ലം വിജിലൻസ് കോടതി നിശിതമായി SIT വിമർശിക്കുകയും ഈ കേസ് അന്വേഷണം, കള്ളപ്പണ ഇടപാടുകളുടെ അന്വേഷണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കൈമാറുകയും ചെയ്തു. SITയുടെ പക്കലുള്ള എല്ലാ രേഖകളും അടിയന്തരമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കൈമാറണമെന്ന് വിജിലൻസ് കോടതി പറഞ്ഞു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി SIT ഈ കേസ് EDയിലേക്ക് പോകാതെ നഖശിഖാന്ത് അവർ അതിശക്തമായി എതിർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം, ഹൈക്കോടതിയിൽ പോകുന്നു, വിജിലൻസ് കോടതിയിൽ ഹർജി നൽകുന്നു, സെഷൻസ് കോടതിയിലേക്ക് ഓടുന്നു, എന്തെല്ലാം കളികളാണ് കളിച്ചത്. ഭയം അത് വല്ലാണ്ട് SITയെ പിടികൂടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് നല്ല പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം ഉൾപ്പെട്ട സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിന് എന്തിനാണ് ഈ ഒരു ഭയം എന്ന് നമുക്ക് തോന്നാം. ആ ഭയം സർക്കാരിനാണ്. സർക്കാരിൻ്റെ പ്രതിനിധികളായ, സർക്കാരിന് വിശ്വാസമുള്ള കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഓരോ നീക്കങ്ങളും ചോർത്തി കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കേട്ടിരുന്നു. ഇപ്പോഴാണ് നമുക്ക് ആ കഥയുടെ ചുരുൾ നിവരുന്നത്.
തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ 15 ദിവസങ്ങൾക്ക് മുൻപ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പത്മകുമാറിൻ്റെ അറസ്റ്റോടെ എല്ലാം നിശ്ചലമായി. അതെ, കോടതിയിലേക്ക് ഓടിച്ചെന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പറയുന്നത് ഞങ്ങൾക്ക് 1 മാസത്തെ സമയം കൂടി അനുവദിക്കണമെന്നാണ്. കോടതിക്ക് മുൻപാകെ അവർ വളരെ വിശാലമായ അന്വേഷണ പദ്ധതി സമർപ്പിച്ചു. കൂടുതൽ വിശദമായി അന്വേഷിച്ച് ഇനി സുപ്രധാന അറസ്റ്റുകളിലേക്ക് കടക്കാനുണ്ട് എന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതി അറിയിക്കുന്നു. ഹൈക്കോടതി അവിടെ ഒരു ഉദാര സമീപനം സ്വീകരിച്ചു. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു തലത്തിലും ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ഇതിന് വരരുത് എന്ന് ഒരു പക്ഷേ ഹൈക്കോടതി ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. കാരണം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു വശം. മറ്റൊന്ന്, ഹൈക്കോടതിയെ സംബന്ധിച്ച് ഇത് വളരെ സെൻസിറ്റീവായൊരു കേസാണ്. ഇതിലൊരു ചെറിയ ലാപ്സ് പോലും ഉണ്ടാകരുത്. അതുകൊണ്ട് സൂക്ഷ്മതയോടെ അന്വേഷിക്കാനെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘം ഈ കഴിഞ്ഞ 1 മാസത്തിനിടയിൽ എന്താണ് ചെയ്തത്? ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ കൂടി പേരിനൊരു അറസ്റ്റ്. അതിലപ്പുറത്തേക്ക് വമ്പന്മാരെ ചോദ്യം ചെയ്യുന്നില്ല, വമ്പന്മാരിലേക്ക് അറസ്റ്റ് നീങ്ങുന്നില്ല. സർക്കാരിന് ഈ ഇടപാടിൽ പങ്കുണ്ടോ എന്നതിനെക്കുറിച്ച് യാതൊരുവിധ അന്വേഷണവും നടത്തുന്നില്ല. അതാണിത് ഹൈക്കോടതിയെ അവിടെ ചുടിപ്പിച്ചത്. ഇപ്പുറത്ത് കൊല്ലം വിജിലൻസ് കോടതിയെ സംബന്ധിച്ച് കൊല്ലം വിജിലൻസ് കോടതി ഈ കേസിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിജിലൻസ് കോടതിയെ സംബന്ധിച്ച് അവർക്ക് ബോധ്യമുണ്ട് ഇതൊരു വലിയ റാക്കറ്റ് ഉൾപ്പെട്ട കേസാണ്. നമ്മൾ ഇതിനിടയിൽ ചില ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ആദ്യം ഓർത്തൊരു രാഷ്ട്രീയ തട്ടിപ്പായിരിക്കുന്നു രമേശ് ചെന്നിത്തലയുടെ ചില വെളിപ്പെടുത്തൽ. പക്ഷേ രമേശ് ചെന്നിത്തല നേരെ നമ്മുടെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി മൊഴി കൊടുത്തു. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഓഫീസിലെത്തി. എന്നിട്ട് രമേശ് ചെന്നിത്തല പറഞ്ഞത് തനിക്ക് ഈ വിവരങ്ങൾ തന്നത് ഒരു വിദേശ മലയാളി വ്യവസായിയാണ്. അയാൾക്ക് ഈ കാര്യങ്ങൾ സൂക്ഷ്മമായി അറിയാം. അയാൾ മൊഴി നൽകാൻ തയ്യാറാണ്. കാരണം ശബരിമല ശാസ്താവിൻ്റെ ഒരു വിശ്വാസിയാണ് അദ്ദേഹം. ഇതിനെ തുടർന്ന് SIT ഈ മൊഴി നൽകിയ വ്യവസായി ഫോണിൽ ബന്ധപ്പെടുന്നു. 3 മണിക്കൂറാണ് ഈ വ്യവസായിയുമായിട്ട് ദീർഘമായി SIT ഉദ്യോഗസ്ഥൻ സംസാരിച്ചത്. ആ സംസാരം അത്ര നിസ്സാരമായിരുന്നില്ല എന്ന് പിറ്റേന്ന് നമ്മൾ വാർത്തകളിലൂടെ മനസ്സിലാക്കി. SIT തന്നെ നൽകിയ സൂചനകളാണ്. അദ്ദേഹവുമായി നേരിൽ സംസാരിക്കണം എന്നുവരെ നമ്മൾ കേട്ടു. 500 കോടിക്ക് മുകളിൽ ഇടപാട് നടന്ന അമൂല്യ വസ്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെട്ട അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘം ഉൾപ്പെട്ട വലിയ മാനങ്ങളുള്ള ഒരു കേസാണിത്. സ്വാഭാവികമായി ഇതിൽ കള്ളപ്പണ ഇടപാടുകളുണ്ടാകും, വിദേശ നാണ്യ ഇടപാടുകളുണ്ടാകും. ഇതൊരു വലിയ റാക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൂടി അന്വേഷിക്കണമെന്ന് ഇപ്പോൾ വിജിലൻസ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണത്തിൽ ഇതിൽ വളരെ ശക്തമായ ഒരു ക്രിമിനൽ പശ്ചാത്തലം കണ്ടാൽ, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള കണ്ണികളെ അവർക്ക് ഏതെങ്കിലും തലത്തിൽ അവരുടെ അന്വേഷണത്തിൽ തെളിഞ്ഞാൽ പിന്നീട് CBI ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഈ അന്വേഷണത്തിലേക്ക് കടന്നു വരും. ഇത് വല്ലാതെ ഭയപ്പെട്ടിരുന്നു നമ്മുടെ സംസ്ഥാന സർക്കാർ. അതുകൊണ്ടാണ് SITയെ കൊണ്ട് പെട്ടെന്ന് വാസുവിനെയും പത്മകുമാറിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ എത്ര ഭയാനകമായിരുന്നു എന്ന് നമ്മൾ ഈ ഒരു 3 ദിവസങ്ങൾക്ക് മുൻപാണ് മനസ്സിലാക്കിയത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഈ അട്ടിമറിയുടെ ഒരു സൂചനകളുമില്ല. വാസുവിൻ്റെ വെളിപ്പെടുത്തൽ, പത്മകുമാറിൻ്റെ മൊഴികൾ, പത്മകുമാറിൽ നിന്ന് മുൻ ദേവസ്വം മന്ത്രിയിലേക്ക് അന്വേഷണം നീങ്ങുന്നു. ഇങ്ങനെ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുന്ന വാർത്തകൾ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ട് അടുത്ത ദിവസം നമ്മൾ കേൾക്കുന്നത് വാസു ഹൈക്കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ സമർപ്പിച്ച വാർത്തയാണ്. ആ ജാമ്യാപേക്ഷയിൽ വാദം നടക്കുമ്പോൾ ഈ കേസ് അട്ടിമറിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ അവിടെ ഉണ്ടാകുന്നു വാസുവിൻ്റെ അഭിഭാഷകനിൽ നിന്ന്. എന്താണത്? വാസു പറയുന്നു, ശബരിമലയിൽ കട്ടിളപ്പാളികളിലും ദ്വാരപാലക ശില്പങ്ങളിലും സ്വർണം പൊതിഞ്ഞു എന്നതിൻ്റെ ഔദ്യോഗിക രേഖകളില്ല. അതിൽ സ്വർണം പൊതിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം ഞങ്ങൾക്ക് സംശയമുണ്ട്. അഥവാ സ്വർണം പൊതിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതവിടെ ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ശ്രദ്ധേയമായ ഒരു നിയമപ്രശ്നമാണ് കോടതിയിൽ വാസുവിൻ്റെ അഭിഭാഷകൻ ഉന്നയിച്ചത്. ഇതേ തുടർന്ന് കോടതി സർക്കാർ അഭിഭാഷകനോട് ചോദിച്ചു അവിടെ സ്വർണം പൊതിഞ്ഞതിൻ്റെ ഔദ്യോഗിക രേഖകൾ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ. അപ്പോൾ സർക്കാർ അഭിഭാഷകൻ പരിങ്ങി. അപ്പോൾ വാസു ഉറപ്പിച്ചു പറയുന്നു അങ്ങനൊരു രേഖയില്ല. അപ്പോൾ മൊഴിയായി മാത്രമാണ് ഇത്തരമൊരു വസ്തുത താൻ മനസ്സിലാക്കിയത്, അവിടെ സ്വർണം പൊതിഞ്ഞിരുന്നുവെന്ന്. വാസു
വാസുവിൻ്റെ അഭിഭാഷകൻ മാത്രമായിരുന്നു ഇത് കോടതിയിൽ അവതരിപ്പിച്ചതെങ്കിൽ നമുക്ക് വാസുവിൻ്റെ അഭിഭാഷകൻ്റെ ഒരു ബുദ്ധി എന്ന് വേണമെങ്കിൽ കണക്കൂട്ടായിരുന്നു. പക്ഷെ തൊട്ടു പിന്നാലെ എ പത്മകുമാറിൻ്റെ ജാമ്യ ഹർജി തൊട്ടടുത്ത ദിവസം വരുന്നു. അതിലും മുഖ്യ പ്രതിപാദ്യം ഇതാണ്, അവിടെ സ്വർണം പൊതിഞ്ഞു എന്നതിന് ഔദ്യോഗിക രേഖകളില്ല. കോടതി അതോടെ വളരെ ഹോസ്റ്റൈലായി. കോടതിയെ സംബന്ധിച്ച് സർക്കാരിൽ നിന്ന് ഈ ഏറ്റവും സുപ്രധാനമായ ഈ രേഖ കോടതിക്ക് മുൻപാകെ വരണം. പക്ഷെ അവിടെ സർക്കാർ പരുങ്ങുകയാണ്. ഇതിനർത്ഥം ദേവസ്വം ബോർഡിൻ്റെ പല സുപ്രധാന രേഖകളും ഇതിനകം തന്നെ മാറ്റപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതൊക്കെ അപ്രത്യക്ഷമായിരിക്കുന്നു. ഇതാണ് ഈ കേസിനെ അട്ടിമറിക്കാനുള്ള ഏറ്റവും വലിയ ആസൂത്രിത നീക്കം. ഇത് തിരിച്ചറിഞ്ഞാണ് ഇപ്പോൾ കോടതിയുടെ ഈ ശക്തമായ ഇടപെടൽ. ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങളെ കസ്റ്റഡിയിൽ കിട്ടാത്തിടത്തോളം കാലം, അവരെ അറസ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം പത്മകുമാർ എന്ന വ്യക്തിയിലും എൻ വാസു എന്ന വ്യക്തിയിലും ഈ കേസ് ഒതുക്കപ്പെടും. മറ്റുള്ളവർ മുരാരി ബാബുവും സുധീഷ് കുമാറും അടക്കമുള്ള ആ ഉദ്യോഗസ്ഥ വൃന്ദം ഇവരെ സഹായിച്ചു എന്ന കുറ്റത്തിന് ഒടുവിൽ രക്ഷപ്പെട്ടു പോകും. ഈ ഘട്ടത്തിൽ നിന്നാണ് കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളെ രക്ഷപ്പെടുത്തുന്ന ശ്രദ്ധേയ നിരീക്ഷണത്തിലേക്ക് കോടതി കടക്കുന്നത്. ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ എല്ലാവരും അറസ്റ്റിലായാൽ ഇതിൻ്റെ ഭയാനകമായ ചില വസ്തുതകൾ കേരളത്തിന് മുന്നിൽ അനാവൃതമാകുമെന്ന് കോടതിക്കറിയാം. അതുകൊണ്ടാണിത് ഏത് സന്നിഗ്ധ ഘട്ടത്തിലും ഈ കേസിനെ ഏത് തലത്തിൽ അട്ടിമറിക്കാൻ ശ്രമിച്ചാലും അവിടെയൊക്കെ നമുക്കൊരു അയ്യപ്പൻ്റെ ഇടപെടൽ ബോധ്യപ്പെടുന്നത്. ഇവിടെയും ഹൈക്കോടതിക്ക് മുൻപാകെ അയ്യപ്പൻ്റെ ഒരു ഇടപെടൽ, സെയിം ടൈം രാവിലെ കൊല്ലം വിജിലൻസ് കോടതിയിൽ അയ്യപ്പൻ്റെ ഇടപെടൽ. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൂടി വരുന്നു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ച് ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പോലെ അവർക്ക് മുട്ടിടിക്കില്ല. ഇപ്പോൾ 2 തലങ്ങളിലാണ് പിണറായി വിജയൻ അടപടലം വീട്ടിലായിരിക്കുന്നത്. ഒന്ന്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കൊടും വീഴ്ച. ഈ പാതാളക്കൊടിയിൽ കിടന്നുകൊണ്ട് SITയിലെ പോലീസ് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാനൊന്നും കഴിയില്ല. അവർക്കറിയാം 3 മാസം കഴിയുമ്പോൾ ഈ ഭരണം മാറുന്നതാണ്. അതിലപ്പുറം അയ്യപ്പൻ്റെ കോപം ഏറ്റുവാങ്ങാൻ ഇവരാരും തയ്യാറില്ല. സമാനമായ തലത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോഴും അവരെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനാണ് അവർ ആൻസർ ചെയ്യേണ്ടത്. ഇവിടെ നീതിയുക്തമായ ഒരു അന്വേഷണം നടത്തണമെന്ന് അവരുടെ മനസ്സിലും തോന്നും. കാരണം ഇത് ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ല. പക്ഷെ മറ്റുള്ള EDയുടെ അന്വേഷണവും ഒക്കെ നമുക്കറിയാലോ. അവനീ മാസപ്പടി കേസിലൊക്കെ ED വലിയ രീതിയിൽ അന്നത്തെ സ്വർണ്ണ വിവാദവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പാതി വഴിയിൽ വിട്ടിട്ട് പോകുന്ന ഒരു പ്രകൃതമാണ് ED അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? അല്ല, അത്തരം മാനിപ്പുലേഷൻസിന് ഇപ്പോൾ വലിയ സ്കോപ്പില്ല. കാരണം ദുർബലനായിരിക്കുന്നു പിണറായി. അന്നൊക്കെ പിണറായി കരുത്തനായിരുന്നു. ഏത് തലത്തിലും കേന്ദ്ര സർക്കാരിനോട് വിലപേശാനും ചില സമ്മർദ്ദങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ നൽകി ചിലതൊക്കെ ഇവിടെ നേടിയെടുക്കാനൊക്കെ ഉള്ള ശ്രമങ്ങൾ ചിലപ്പോൾ നടത്തിയിരിക്കാം. എന്തായാലും മുൻപ് കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ ദുർബലമായി പോയി എന്നത് ഒരു വസ്തുതയാണ്. പക്ഷേ ഇത് ശബരിമല ശാസ്താവിൻ്റെ സ്വർണം കട്ട വിഷയമാണ്, ഒരു സാധാരണ വിഷയമല്ല. നമുക്ക് ലൈഫ് മിഷനിൽ സ്വർണ്ണക്കള്ളക്കടത്തിലൊക്കെ മറ്റ് കൊമേഴ്ഷ്യൽ മാനങ്ങൾ കാണാമെങ്കിൽ ഇതൊരു ശാസ്താവിൻ്റെ വിഷയമാണ്. അതുകൊണ്ടാണല്ലോ മറ്റേ നമ്മൾ പോറ്റിയെ കയറ്റിയെ എന്നൊരു പാട്ട് കേരളത്തിലിപ്പോൾ അറിയാത്ത കൊച്ചു കുഞ്ഞില്ല. എത്ര വൈറലായിരിക്കുന്ന ആ പാട്ട്. ആ പാട്ടിനെ തൊട്ട സർക്കാരിൻ്റെ കൈപുള്ളി എന്ന് മാത്രമല്ല അഡപടലം പാളി. ആ പാട്ടിനെതിരെ പരാതി കൊടുത്തവർ പോലും ഇപ്പോൾ വിരണ്ടോടുകയാണ്. കാരണം ആ പാട്ട് അത്രയധികം ജനങ്ങളെ സ്വാധീനിച്ചിരിക്കുന്നു. പ്രതിപക്ഷത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഊർജ്ജവുമായി. അപ്പോൾ എല്ലാ തലങ്ങളിലും സമ്പൂർണ്ണമായി കുഴിയിൽ വീണ് നിൽക്കുന്ന ഒരു സർക്കാരാണ് നമുക്ക് മുന്നിലുള്ളത്. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ ഏറ്റവും ഒടുവിലത്തെ ഉത്തരവിലും നിഴലിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയുടെ ശക്തമായ ഇടപെടലിൽ സർക്കാർ പരിഭ്രമിച്ച് നിൽക്കുന്നു. നമുക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള അട്ടിമറിക്കും എന്ന തോന്നൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു എങ്കിൽ അതിൽ നിന്ന് വലിയൊരു സ്ഫോടനാത്മകമായ മുന്നേറ്റം ഇന്ന് കാണാൻ കഴിയുന്നു. ഇത് തീർച്ചയായും നമുക്ക് ഉറപ്പിച്ച് പറയാം, ഇത് പിണറായി കൊണ്ടേ പോകും. ഇത് ഈ പറഞ്ഞതുപോലെ കോടതിയുടെ ഈ ഒരു നിരീക്ഷണം എനിക്കൊന്നും വേറെ ഒരു കേസിലുമില്ല. ഇപ്പോൾ പത്മകുമാറിലെ തെരഞ്ഞെടുപ്പ് വന്ന ഡിസംബർ 5-ലാണ് ഈ ഒരു കേസിന് ഒരു ബ്രേക്ക് വന്നത്. ഡിസംബർ 5-ന് ശേഷം 1 ഇഞ്ച് നീങ്ങിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഒരു അറസ്റ്റ് നടന്നിട്ടില്ല. ഈ പറഞ്ഞതുപോലെ വെറുതെ ഒരു അറസ്റ്റ് എന്നുള്ള രീതി മാത്രം ഒരു അംഗത്തെ അറസ്റ്റ് ചെയ്തു. പക്ഷേ വൻ സ്രാവുകളെ ഇപ്പോഴും വിട്ടുപിടിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് SITയുടെ ആലസ്യം എന്താണെന്നുള്ള രീതിയിലാണ് ഹൈക്കോടതി ഇന്ന് ചോദ്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആലസ്യത്തെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നു, ഇടയ്ക്ക് പ്രതിപക്ഷം ഇടയ്ക്കിടയ്ക്ക് ആരോപിക്കണം അവർക്ക് വല്ലാത്തൊരു പ്രഷർ ഉണ്ട് എന്നുള്ളത്. ഇനിയും അത്തരത്തിലുള്ളൊരു പ്രഷർ ഇത്തരത്തിൽ നിൽക്കുവാണെങ്കിൽ വീണ്ടും CBI പോലുള്ള ഏജൻസികൾ ഇറങ്ങേണ്ടതായിട്ട് വരും. കാരണം ഇതിലൊരു അട്ടിമറി നടക്കുന്നുണ്ട്. കാരണം ഇപ്പം കോടതി മെനങ്ങാന്ന് ചോദിച്ചതുപോലെ തെളിവുകൾ എവിടെ? സ്വർണ്ണപ്പാളിയുടെ തെളിവില്ല, സ്വർണം കൊടുത്തതിൻ്റെ തെളിവില്ല. അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാവരും ഈസിയായിട്ട്
അടിസ്ഥാനമായിട്ട് ഒരുപക്ഷെ കോടതിക്ക് അത്തരത്തിലെ വിധി കൊടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം തെളിവുകളാണല്ലോ കോടതിക്ക് ആവശ്യം. പക്ഷെ കോടതി അത് മുൻകൂട്ടി പറയുകയാണ്, അങ്ങോട്ട് SIT യോട് പറയാണ്. SIT ഉദ്യോഗസ്ഥർ ബുദ്ധിയില്ലാത്തവരല്ല, അവരെ അന്വേഷിക്കേണ്ടുന്ന കാര്യം ഇപ്പോൾ ഹൈക്കോടതി അങ്ങോട്ട് പറയാം, ആ തെളിവുകൾ നിങ്ങൾ എവിടെ എന്നുള്ള ഇത് SIT അങ്ങോട്ട് കൊടുക്കേണ്ടുന്നതാണ്. പക്ഷെ അവിടെ അവർക്ക് അന്വേഷിക്കാൻ പറ്റിയിട്ടില്ല, ആ തെളിവുകൾ നശിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട്. രണ്ടാമത് പത്മകുമാറിൽ വന്ന് നിൽക്കുന്നത് 1 ഇഞ്ച് മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ കോടതി വീണ്ടും പറയുകയാണ്, നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല, ഇത് SIT ചെയ്യേണ്ടുന്ന. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഒരു അട്ടിമറി നടക്കുന്നു എന്നുള്ളത്. പക്ഷേ അത് എത്രമാത്രം ഇപ്പോൾ കോടതിയാണ് SIT നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. പക്ഷേ ഒരു ഭാഗത്തു നിന്ന് SIT മറ്റൊരാൾ നിയന്ത്രിക്കുകയും കോടതി പറയുകയാണ്. ഒരു കോടതി അങ്ങനെ പറയേണ്ടതായിട്ടുള്ള വസ്തുതയില്ല. കാരണം ഉദ്യോഗസ്ഥരാണ് ബുദ്ധിപൂർവ്വം ഇതൊക്കെ കണ്ടെത്തേണ്ടതെന്ന്, ഉദ്യോഗസ്ഥരാണ് ഇതൊക്കെ സമർപ്പിക്കേണ്ടതെന്ന്. പക്ഷെ ശരിയായിട്ട് ഉദ്യോഗസ്ഥർ നേരായ രീതിയിലുള്ള ഒരു ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ ഒരു അറസ്റ്റോ ഇപ്പം നടത്താതെ ഇവരൊരു മെല്ലെപ്പോക്ക് നയം ഇപ്പം നയിക്കുന്നത് ഒരു അട്ടിമറി തന്നെയല്ലേ ഇത്? അല്ല, ഇത് അട്ടിമറിയുടെ ഒരു ലക്ഷണമാണ് നമ്മൾ പറഞ്ഞത്. ഈ ഹൈക്കോടതിക്ക് മുൻപാകെ പത്മകുമാറും N വാസുവും നൽകിയ ജാമ്യാപേക്ഷയിലൊരു വസ്തുത. മറുവശത്ത് ഭയാനകമായ ഒരു കാര്യം കൂടെ ഉണ്ട്. അതൊന്ന് കൊല്ലം വിജിലൻസ് കോടതി സൂചിപ്പിച്ചു. ഈ സ്വർണം എങ്ങോട്ടേക്ക് പോയി? ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ച അമൂല്യ വസ്തുക്കൾ എങ്ങോട്ടേക്ക് പോയി? അതിലൊരു കണ്ടെത്തലിൽ ഇതുവരെ SIT എത്തിച്ചേർന്നിട്ടില്ല. അതേക്കുറിച്ച് യാതൊരുവിധ സൂചനയും അവർ നൽകുന്നില്ല. അപ്പോൾ പൂർണ്ണമായി ഈ അന്വേഷണം അട്ടിമറിക്കുന്ന ഒരു സാഹചര്യത്തിലെത്തി. നമ്മളുടെയൊക്കെ ചർച്ചയിൽ നമ്മൾ ആദ്യമൊക്കെ SIT ഒരുപാട് നമ്മളും കൈയടിച്ചിരുന്നു. കാരണം തുടരെയാണ് അറസ്റ്റ്. അല്ല, SITയുടെ ഒരു വരവ് നല്ലതായിരുന്നു. മുരാരി ബാബു, സുധീഷ് കുമാർ, പിന്നെ അങ്ങനെ ഓരോരുത്തരായി തുടങ്ങി ഏറ്റവും ഒടുവിൽ വാസുവിലെത്തി, പിന്നീട് പത്മകുമാറിലെത്തി, പിന്നീട് പ്രശാന്തിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കാണുമ്പോഴുള്ള ഒരു ക്രൊണോളജിക്കൽ ഡെവലപ്മെൻറ്റ് ആ കേസ് അന്വേഷണത്തിൽ അത് തികച്ചും ഒരു പോസിറ്റീവായിട്ട് തോന്നി. പക്ഷെ പത്മകുമാറിലെത്തിയപ്പോൾ പെട്ടെന്ന് പിന്നീട് പത്മകുമാറിൽ നിന്ന് പരന്ന് നിൽക്കുന്നത് ഈ ശങ്കർദാസും വിജയകുമാറും ഒക്കെയാണ്. അവരിലേക്ക് കടക്കുന്നില്ല, കാരണം അവർക്ക് വലിയ സ്വാധീനമുണ്ട്. അവരിലേക്ക് കടന്നാൽ മറ്റൊരു തലം കൂടിയുണ്ട് ഈ കേസിൽ. അവരിൽ നിന്ന് നേരെ പഴയ മന്ത്രിയിലേക്ക് പോകാം, അല്ലെങ്കിൽ CPMൻ്റെ ഉന്നതരിലേക്ക് പോകാം. അവിടെയാണ് ഈ വൻതോക്കുകൾ ഒളിഞ്ഞിരിക്കുന്നത്. എപ്പോഴും ചെറുമീനുകളെ പിടിക്കാനേ മറ്റ് വൻമീനുകളൊക്കെ ഈ വല പൊട്ടിച്ച് പുറത്തു പോകും. അതാണിപ്പോൾ കാണുന്നത്. അല്ലെങ്കിൽ അത്ര ആർജവമുള്ള അതിശക്തമായ ഏജൻസികൾ കടന്നു വരണം. CBIയെ പോലെ. CBIയെ പോലും കബളിപ്പിക്കാനും നെഗോഷിയേറ്റ് ചെയ്യാനും പറ്റുന്ന താരങ്ങൾ അത്രത്തോളം പിടിപാടുള്ളവരാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ അത്ര നിസ്സാരമായി കാണേണ്ടതില്ല. ഇപ്പോഴത്തെ ഈ ഹൈക്കോടതി ഇടപെടൽ തീർച്ചയായും അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ച് ഒരു പുതിയ പ്രതീക്ഷ നൽകുന്നു. നമുക്കിതിനെ പോസിറ്റീവായി. മറ്റൊരു കാര്യം കൂടിയുണ്ട്. EDയുടെ അന്വേഷണം നമ്മളൊക്കെ അന്നേരം പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, SIT നന്നായിട്ട് അന്വേഷിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു പൊതുധാരണ വരുന്നുണ്ട്. ED ഇതിനകത്ത്, കാരണം പലപ്പോഴും EDയുടെ അന്വേഷണമൊക്കെ പാതി വഴിയിലെത്തി വിഫലമായി പോകുന്ന ഒരു അവസ്ഥ കണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നി EDയുടെ അന്വേഷണം കൂടെ ആവശ്യമായിട്ടുണ്ട്. കാരണം കുറച്ചുകൂടി ഒരു ബലപ്പെടുത്തുന്നു. മാത്രമല്ല കള്ളപ്പണം ഉൾപ്പെടെയുള്ള ഇപ്പം അന്താരാഷ്ട്ര തലത്തിലേക്ക് ഇത് കള്ളക്കടത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ കള്ളപ്പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ EDയുടെ അന്വേഷണത്തിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം ആൻറ്റിക് പീസുകൾക്കുള്ള മൂല്യം പക്ഷേ സ്വർണത്തിനേക്കാളും വലിയൊരു മൂല്യമാണ്. അപ്പോൾ അത്തരത്തിലൊരു ഇതാണെങ്കിൽ ഈ കട്ടവനും കൊടുത്തവനും എല്ലാം ഒരു രാജ്യദ്രോഹ കുറ്റത്തിലേക്കാണ് അത് പിന്നീട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നീട് ഒരു CBI അന്വേഷണമൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു EDയുടെ ഒരു ഈ കള്ളപ്പണം ഈ ഒരു അന്താരാഷ്ട്ര ബന്ധം മാത്രമല്ല, അവിടെ ഈ ദ്വാരപാലക ശില്പവും സ്വർണ്ണപ്പാളി മാത്രമല്ല മറ്റുള്ള ഇടപാടുകളുണ്ട് അല്ലേ. നെയ്യ് മുതൽ അന്നദാനം മുതൽ അങ്ങേ അറ്റം വരെ എല്ലാത്തിനകത്തും ഒരു അട്ടിമറി വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കോടികളുടെ ഓരോ വർഷവും കോടികളാണ് അവിടെ അട്ടിമറിയിലൂടെ പക്ഷേ അഴിമതിയിലൂടെ ഒക്കെ പോകുന്നത്. നമ്മൾക്ക് കിട്ടുന്ന ഒരു വരവ് ചെലവ് കണക്കുകൾ 400 കോടി 500 കോടിയാണ്, ചിലപ്പോൾ 1000 കോടിയുടെ ഒരു വരുമാനമായിരിക്കാം കിട്ടുക. ഇതൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ സാർ. ആദ്യത്തെ ഈ നമ്മുടെ കൺമുന്നിൽ ശ്രീ വിജയ് മല്യ കൊടുത്ത സ്വർണത്തിന് പോലും തെളിവുകളോ രേഖകളോ ഇല്ലാത്ത സ്ഥിതിക്ക് എത്രയോ ഭക്തർ ഓരോ വർഷവും എന്തെല്ലാം കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, എന്തെല്ലാം നേർച്ചകൾ ചെയ്യുന്നുണ്ട്, എത്ര തെളിവുകൾ എത്ര രജിസ്റ്റർ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മകരവില വിജയമല്യ കൊടുത്ത സ്വർണം ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിരുന്ന ആ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിരുന്ന സ്വർണം പരസ്യമായി പൊളിച്ചെടുത്തുകൊണ്ട് പോയവർ അവിടെ അല്ല, ആ വിജയമല്യ ഇത്ര കിലോ സ്വർണം കൊടുത്തതിന്റെ ഒരു രേഖയില്ല. അപ്പൊ എത്രയോ പാവങ്ങള് വിശ്വാസികൾ 1 പവൻ 2 പവൻ വജ്രങ്ങള് കിരീടം അത് ഇത് എന്തെല്ലാം കാര്യങ്ങൾ കൊടുക്കുന്നു. ഇതിനൊന്നും രേഖ പിന്നെ എങ്ങനെ ഉണ്ടാവാൻ? എത്രയോ നേർച്ചകൾ എത്രയോ കാഴ്ചകളൊക്കെ ഓരോ ദിവസവും എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കൊടുക്കുന്നത്, എത്ര റെസിപ്റ്റുകൾ കൊടുക്കുന്നുണ്ട് ഈ തിരക്കിൻ്റെ ഇടയിൽ, ഇതിനകത്തൊക്കെ ഒരുപാട് വലിയൊരു അഴിമതി വരാൻ സാധ്യത. ഒരു പക്ഷേ EDയുടെ അന്വേഷണം ഒരു ഭാഗത്ത് നിൽക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു.
അല്ല, ഇതിൽ ഒരു പക്ഷേ അതിവിശാലമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നാൽ നമ്മൾ കരുതുന്നതിലും അപ്പുറമുള്ളൊരു വൻ കൊള്ളയുടെ ചുരുൾ നിവരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിജയമല്യ കൊടുത്ത സ്വർണം ഭിത്തിയിൽ ഒട്ടിച്ചിങ്ങനെ പരസ്യമായി വെച്ചിരുന്ന സാധനം ഇളക്കിയെടുത്ത് കൊണ്ടുപോകാൻ മാധ്യമങ്ങൾ വിഷ്വൽ അതുപോലെ ലൈവായിട്ട് കാണിച്ചത്. വലിയ കൊള്ളക്കാർ അതിന് ചുറ്റും നിൽക്കുമ്പോൾ ആ ഭണ്ഡാരത്തിൽ വീഴുന്ന കാണിക്കകൾ അത് എത്ര സുരക്ഷിതമാണ്. ഭണ്ഡാരത്തിന് പുറത്ത് വീഴുന്ന കാണിക്കകൾ ഒരു കാരണവശാലും ശാസ്താവിൻ്റെ ഒരു അറിവിലും വരാൻ സാധ്യതയില്ല. കാരണം അതൊക്കെ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ശബരിമല സ്റ്റോർ റൂമിലെ അമൂല്യ വസ്തുക്കളെ സംബന്ധിച്ച് അവിടെയുള്ള കടകംപള്ളിയുടെ കാലത്താണ് അവിടെ സ്റ്റോർ റൂമിൽ സൂക്ഷിക്കാൻ തക്ക രീതിയിലുള്ള ഇതില്ല, അതുകൊണ്ട് പലതും ലേലം ചെയ്യണമെന്ന് അതിനകത്ത് പോയിട്ടുണ്ട് പലതും. എന്തൊക്കെ പോയിട്ടുണ്ടെന്ന് അയ്യപ്പന് മാത്രമേ അറിയത്തുള്ളൂ. ഏതായാലും ഒരു അയ്യപ്പൻ തന്നെ ഇതിൽ മുൻകൈ എടുത്ത് നടക്കുന്നുണ്ട്. കാരണം അതാണ് ഒരു വിശ്വാസം എന്ന് പറയുന്നത്. ഒപ്പം തീർച്ചയായിട്ടും ആ ഒരു പാരഡി ഗാനത്തിൽ തന്നെ ഉണ്ട് എല്ലാ ഇതും. ഒരു പക്ഷേ എനിക്കതൊരു ഭക്തിഗാനമായിട്ടാണ് തോന്നുന്നത്. അയ്യപ്പ ഇങ്ങനെയൊക്കെ ആണല്ലോ, എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കൊരു ഭക്തിഗാനമായിട്ടാണ് തോന്നുന്നത്. പാരഡി ആണെങ്കിലും അയ്യപ്പനെ വിളിച്ച് പറയുന്ന ഒരു ഭക്തിഗാനമായിട്ട്. ഏതായാലും തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ ഒരു അയ്യപ്പൻ്റെ എന്തോ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടതി വിടാതെ നഖശിഖാന്തം എതിർത്തുകൊണ്ട് ഇടതും വലതും പൂട്ടിട്ടുകൊണ്ട് SIT ഇങ്ങനെ പിന്തുടരുന്നത്. തീർച്ചയായിട്ടും പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം എന്തൊക്കെയാണെന്നുള്ളത്. കേരളം മുഴുവനും ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. നന്ദി, നമസ്കാരം.